അപ്പോൾ ഇന്ന് 8ാമത്തെ ലെസൺ ആണല്ലേ. നമ്മൾ ഹാവ് ബേസിക് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് റിവൈസും ചെയ്യും കേട്ടോ. അപ്പോൾ 8ാമത്തെ ലെസണാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മുമ്പത്തെ 7 ലെസൺസ് കാണുക. അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. വളരെ എളുപ്പം ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിച്ച് ഇംഗ്ലീഷ് ബേസിക് കാര്യങ്ങൾ സംസാരിക്കാനാക്കുക. അത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനാക്കുക. അതാണ് ഈ വീഡിയോ സീരീസിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ. എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. എങ്ങനെ പറയാ? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അപ്പോൾ ടു ഫീൽ വെൽ എന്ന് വെച്ചാൽ സുഖം തോന്നുക. എനിക്കിപ്പോൾ സുഖം തോന്നുന്നുണ്ട്, എങ്ങനെ പറയും? ഐ എം ഫീലിംഗ് വെൽ. അപ്പോൾ അത് ഒരുമിച്ച് പഠിക്കാം. ഫീലിംഗ് വെൽ കേട്ടോ. സുഖം തോന്നുന്നില്ല, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ക്ഷീണമുണ്ടോ നിനക്ക്? എങ്ങനെ ചോദിക്കും? ആർ യു ടയേർഡ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആർ യു ടയേർഡ്? അതെ, യെസ് ഐ ആം. നിനക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? എങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യാൻ. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്യാൻ യു സിറ്റ് ഹിയർ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ്? അപ്പോൾ ഇരിക്കാൻ പറ്റുമോ? ക്യാൻ യു സിറ്റ് ഹിയർ? പറ്റും. യെസ് ഐ ക്യാൻ. ഞാൻ ആ കേക്കില്ലേ കഴിക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാ? ഷുഡിൻറ്റ് ഹാവ് അല്ലേ. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ. ഈറ്റല്ല ഈറ്റൻ. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക്. ആ കേക്ക് ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക്. അല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നിട്ട് പശ്ചാത്താപം, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഐ ഷുഡിൻറ്റ് ഹാവ്. ഞാനത് വലിച്ചെറിയണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടു ത്രോ സംതിങ് അവേ. വലിച്ചെറിയുക അല്ലേ. എങ്ങനെ പറയും? ഐ ഷുഡ് ഹാവ് ത്രോൺ ഇറ്റ് അവേ. അത് വലിച്ചെറിയണമായിരുന്നു. കേക്ക് എടുത്ത് കഴിച്ചു, അതാ പറ്റിയത് അല്ലേ. ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം. എങ്ങനെ പറയും? ഐ ഷുഡ് ഗോ ടു ദ ഡോക്ടർ. അപ്പോൾ ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ, ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ത്രോൺ ഇറ്റ് അവേ. ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം, അങ്ങനെ ചെയ്യണം. ഐ ഷുഡ് ഗോ ടു ദ ഡോക്ടർ. അപ്പോൾ ഇത് വ്യക്തമായോ? വ്യക്തമായില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടെ കാണണേ. ഒന്നുകൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും. ആദ്യം പഠിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, തെറ്റുകൾ വരുത്തും. കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും കാണുക. അതിൻ്റെ ഒപ്പം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ പറഞ്ഞു തരുമ്പോൾ തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ആ തെറ്റ് എന്നിട്ട് നിങ്ങൾ തിരുത്തണം. അപ്പോൾ അങ്ങനെ ചെയ്താലേ ഈ വീഡിയോ സീരീസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ മിസ്റ്റേക്സ് വരുന്നതിന് നിങ്ങൾ അയ്യോ എനിക്ക് പോരാ, ഞാൻ ബുദ്ധിയില്ലാത്ത, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും അല്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. കേട്ട് പഠിക്കുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ ഇതെനിക്ക് അറിയാൻ തോന്നും. പക്ഷേ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കും, ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണത്? എനിക്ക് ഒരു കാറുണ്ട്. അതെങ്ങനെ പറയും? ആ സെൻറ്റൻസ് കേട്ടോളൂ. ഐ ഹാവ് എ കാർ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഇല്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഉണ്ട്, അവൾക്ക് എന്തെങ്കിലും ഉണ്ട്, അവൾക്ക് ഇല്ല, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ഹാവ് അതിൻ്റെ പല വകഭേദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. അത് നീലയാണ്. എങ്ങനെ പറയും? ഇത് നമ്മൾ പഠിച്ചതാണ്. അത് നീലയാണ്. ഇറ്റ്സ് ബ്ലൂ. അപ്പോൾ ഇറ്റ് ഇസ് ബ്ലൂ. അതിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ഇറ്റ് ഇസിനെ ചുരുക്കിയിട്ട് ഇറ്റ്സ് എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. അല്ല ഇറ്റ് ഇസ് ബ്ലൂ അങ്ങനെ പറയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞ് ശീലിക്കേണ്ടത് ഇറ്റ്സ് ബ്ലൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇപ്പോൾ കുറേ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നിനക്കൊരു കാറുണ്ടോ? എങ്ങനെ പറയും? ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കാർ? കണ്ടോ? നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ്. ഡു യു ഹാവ് എ കാർ? ഇല്ല, എങ്ങനെ പറയും? നോ ഐ ഡോണ്ട്. ഇതൊന്നുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. അത് നീലയാണ്. ഇറ്റ്സ് ബ്ലൂ. നിനക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? ഇല്ല. നോ ഐ ഡോണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ട്, ഐ ഹാവ്. നിനക്കുണ്ടോ? ഡു യു ഹാവ്. ഇല്ല, ഐ ഡോണ്ട്. അപ്പോൾ ഡോണ്ട് ആണ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാം. എനിക്കൊരു അനിയനുണ്ട്. എങ്ങനെ പറയും? എനിക്കൊരു കാറുണ്ട്. എങ്ങനെ പറഞ്ഞു? ഐ ഹാവ് എ കാർ. എനിക്കൊരു അനിയനുണ്ട്. ഐ ഹാവ് എ ബ്രദർ. അനിയൻ ബ്രദറാണ്. സഹോദരൻ എന്നാണ് ബ്രദർ എന്ന് പറഞ്ഞാൽ. മൂത്തതാവാം ഇളയതാവാം. അനിയൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇളയതല്ലേ. അപ്പോൾ ശരിക്കും ചെറിയ ആളാണ്, അനിയനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എ യങ്ങർ ബ്രദർ എന്ന് പറയാം. അപ്പോൾ സഹോദരൻ എന്നുള്ള രീതിയിൽ ഐ ഹാവ് എ ബ്രദർ. അവൻ ദുബായിലാണ്. എങ്ങനെ പറയും? ദുബായിൽ എന്ന് പറയാൻ ഇൻ ദുബായ്. അപ്പോൾ എവിടെയാണ് ആള്? ദുബായിൽ. എങ്ങനെ പറയാ സെൻറ്റൻസ്? അവൻ ദുബായിലാണ്. ആണ് എന്നൊക്കെ പറയുമ്പോൾ എസ് എന്നുള്ളൊരു വാക്ക് വേണേ. ഹി ഈസ് ഇൻ ദുബായ്. നിനക്കൊരു ബ്രദർ ഉണ്ടോ? അങ്ങനെ ചോദിക്കും. അപ്പോൾ നിനക്കൊരു കാർ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് എ കാർ? അല്ലേ. അപ്പോൾ ബ്രദർ ഉണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? ഉണ്ട്. എങ്ങനെ പറയും? യെസ് ഐ ഡു. ഇല്ല എന്ന് പറയാൻ നോ ഐ ഡോണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം.
എനിക്കൊരു അനിയനുണ്ട്. ഐ ഹാവ് എ ബ്രദർ. അവൻ ദുബായിലാണ്. ഹീസ് ഇൻ ദുബായ്. നിനക്ക് അനിയനുണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? ഉണ്ട്. യെസ് ഐ ഡു. മനസ്സിലായോ ഇത്? ഒരെണ്ണം കൂടെ ചെയ്യാം അങ്ങനെ അല്ലേ? അവൾക്ക് ഒരു പൂച്ചയുണ്ട്. ഇവിടെ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം എന്നറിയോ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് എനിക്കുണ്ട്, നിനക്കുണ്ട് അങ്ങനെ. പക്ഷെ അവൾക്ക് എന്ന് പറയുമ്പം നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ആരെക്കുറിച്ച് നമ്മൾ പറയണം അല്ലേ? അങ്ങനെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഈ ഹാവ് മാറി ഹാസ് ആവും. വേറെ ഒരാളെക്കുറിച്ച് പറയുമ്പോഴാണ് കേട്ടോ. വേറെ കുറേ ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രശ്നമില്ല. അവൾ, അവൻ അങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറൊരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ വേർബ് ആ ഹാവ് മാറി ഹാസ് ആവും. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നുകൂടെ പറയാൻ പറ്റുമോ നോക്കുമോ? എനിക്കൊരു കാർ ഉണ്ടെങ്ങനെ പറഞ്ഞു? ഐ ഹാവ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയും? അവൾ ഷീ ഹാസ് എ കാർ. കേട്ടോ, ഷീ ഹാസ് എ കാർ. അവൾക്കൊരു പൂച്ചയുണ്ടെന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് എ ക്യാറ്റ്. അത് സോഫയുടെ അടിയിലാണ്. എങ്ങനെ പറയും? അടിയിൽ എന്ന് പറയാൻ വേണ്ടി അണ്ടർ. അത് സോഫയുടെ അടിയിലാണെന്ന് എങ്ങനെ പറയും? ഇറ്റ് ഈസ് അണ്ടർ ദ സോഫ. അണ്ടർ ദ സോഫ. ഇറ്റ്സ് അണ്ടർ ദ സോഫ. ഓക്കെ. അവനൊരു പൂച്ചയുണ്ടോ? അങ്ങനെ ചോദിക്കും. നിങ്ങൾക്കൊരു കാർ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് എ കാർ അല്ലേ? ഈ ഞാൻ പറഞ്ഞില്ലേ വേറെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഹാസ് മാറുന്ന ചോദ്യങ്ങളിൽ ഇതെങ്ങനെയാ മാറുക എന്ന് വെച്ചാൽ ഡു യു ഹാവ് എ കാർ എന്ന് പറഞ്ഞത് ഡസ് ആണ് ഉപയോഗിക്കുക ഡൂന് പകരം. ഹാസ് മാറില്ല. അപ്പോൾ ഉത്തരങ്ങൾ പറയുമ്പം ഹാവ് മാറി ഹാസ് ആവും. ചോദ്യങ്ങൾ വരുമ്പോൾ ഡു മാറി ഡസ് ആവും. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? അങ്ങനെ ചോദിച്ചു. ഡു യു ഹാവ് എ കാർ? അവൾക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഷീ ഹാവ് എ കാർ? ഹാസ് ആവില്ല. ചോദ്യങ്ങളിൽ ഹാസ് വരില്ല. ഉത്തരങ്ങളിലാണ് ഹാവ് മാറി ഹാസ് ആവുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അവൾക്ക് ഒരു പൂച്ചയുണ്ട്. എങ്ങനെ പറയും? ഷീ ഹാസ് എ കാറ്റ്. അത് സോഫയുടെ അടിയിലാണ്. ഇറ്റ്സ് അണ്ടർ ദ സോഫ. ഇറ്റ്സ് അണ്ടർ ദ സോഫ. അവനൊരു പൂച്ചയുണ്ടോ? ഡസ് ഹി ഹാവ് എ കാറ്റ്? ഡസ് ഹി ഹാവ് എ കാറ്റ്? അപ്പോൾ ഡസ് ഹി ഹാവ് എ കാറ്റ് മുറിച്ച് മുറിച്ച് പറയരുത്. ഡസ് ഹി, അപ്പോൾ ഞാൻ മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അതേപോലെ പറയണേ. ഡസ് ഹി ഹാവ് എ കാറ്റ്? ഡസ് ഹി ഹാവ് എ കാറ്റ്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഒരെണ്ണം കൂടെ നോക്കാം. അവർക്ക് ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ഒരാളാണോ അവർ? അല്ലല്ലോ. കുറേ പേരുണ്ടെങ്കിലല്ലേ അവർ എന്ന് പറയാ. അപ്പോൾ നമ്മൾ യൂനും ഐയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ അതേപോലെ പറഞ്ഞാൽ മതി. അവർക്കൊരു എക്സാം ഉണ്ട്. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. അവർക്കൊരു പരീക്ഷയുണ്ട്. ദേ ഹാവ് എൻ എക്സാം. ഒരു പരീക്ഷ. ആൻ എക്സാം. അതെന്താ കാരണം? നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരോ എന്തെങ്കിലും ഒരു സംഭവം, എക്സാം എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമല്ലേ, അത് ഒരു ആ കാര്യം എന്ന് പറയുമ്പം ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ആണ് വരിക. എക്സാം, എക്സാം. അതിൻ്റെ ആദ്യത്തെ ശബ്ദം എങ്ങനെയാ? ആ എന്നുള്ള സൗണ്ട് വരുമ്പം നമ്മൾ ആൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഇനി അതിന് പകരം നമ്മൾ ടെസ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് വെച്ചല്ലേ തുടങ്ങണേ ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എ ടെസ്റ്റ്. ഒന്ന് എന്ന് പറയാൻ വൺ, പക്ഷെ ഒരു എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ. ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുക. ഏതോ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചത് എന്താ? എ ഇ ഐ ഒ യു അത് വരികയാണെങ്കിൽ ആൻ ഉപയോഗിക്കുക, അത് വരുന്നില്ലെങ്കിൽ ഉപയോഗിക്കുക എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ശബ്ദമാണ് കേൾക്കേണ്ടത്. ആ ഇ ഉ ഓ എ ആ സൗണ്ടുകളാണ് ആദ്യം വരുന്നതെങ്കിൽ എക്സാം എക്സാം എന്നുള്ള സൗണ്ട് വന്നേ. അപ്പോൾ ആൻ എക്സാം. ടെസ്റ്റ് സൗണ്ട് അല്ലേ സ്റ്റാർട്ടിങ്ങിൽ വരണേ. അപ്പോൾ ടെസ്റ്റ്. ഇത് മറക്കരുത് കേട്ടോ. അപ്പോൾ അവർക്കൊരു പരീക്ഷയുണ്ട്. ദേ ഹാവ് എൻ എക്സാം അല്ലെങ്കിൽ ദേ ഹാവ് എ ടെസ്റ്റ്. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. എങ്ങനെ പറയാം? ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ പറയും? ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഇന്ന് എന്ന് പറയാൻ ടുഡേ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാൻ ദിസ് ആഫ്റ്റർനൂൺ. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇറ്റ്സ് ദിസ് ആഫ്റ്റർനൂൺ അല്ലേ? അതിങ്ങനെയാണ് എന്ന് പറയാൻ ഇറ്റ്സ് ദിസ് ആഫ്റ്റർനൂൺ. നമുക്കൊരു എക്സാം ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്കൊരു കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? പോട്ടെ, നിനക്കൊരു കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ കാർ? നമുക്കൊരു കാറുണ്ടോ? ഡു വി അല്ലേ? നമുക്ക് വി. ഡു വി ഹാവ് എ കാർ? നമുക്കൊരു എക്സാം ഉണ്ടോ? ഡു വി ഹാവ് ആൻ എക്സാം അല്ലെങ്കിൽ എ ടെസ്റ്റ്? ഡു വി ഹാവ് എൻ എക്സാം?
ഉണ്ട്, നാളെയാണ് കേട്ടോ അത്. യെസ്, ഇറ്റ്സ് ടുമോറോ അല്ലേ? നാളെയാണെന്ന് പറയാൻ ഇറ്റ്സ് ടുമോറോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അവർക്കൊരു പരീക്ഷയുണ്ട്. ദേ ഹാവ് എൻ എക്സാം. അതെന്ന് ഉച്ച തിരിഞ്ഞിട്ടാണ്. ഇറ്റ്സ് ദിസ് ആഫ്റ്റർനൂൺ. നമുക്കൊരു പരീക്ഷ ഉണ്ടോ? ഡു വി ഹാവ് എൻ എക്സാം? നാളെയാണ്. യെസ്, ഇറ്റ്സ് ടുമോറോ. ഒരു എക്സാമ്പിളൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? നമ്മൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ്. പക്ഷേ ഒരു വേറൊരാളെക്കുറിച്ച് നമ്മൾ പറയാം, അവൾ, അവൻ. ആ രണ്ട് കേസിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കണം. അപ്പോൾ അവളാവാം, അല്ലെങ്കിൽ അവളുടെ പേര് പറയാം, രാധ. രാധയ്ക്ക് എക്സാം ഉണ്ട്, രാധ ഹാസ് എൻ എക്സാം അല്ലേ? ഇനി അവർ എന്നൊക്കെ പറഞ്ഞാൽ ഹാവ് തന്നെ സാധാരണ പോലെ. ഇനി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക, പക്ഷേ സ്റ്റാർട്ടിങ് കുറച്ച് മാറും. നിങ്ങൾക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ. അവൾക്കൊരു കാറുണ്ടോ? ഡസ് ഷീ ഹാവ് എ കാർ. അവനൊരു കാറുണ്ടോ? ഡസ് ഹീ ഹാവ് എ കാർ. ആ വ്യത്യാസം മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഒരുപോലെ തന്നെ കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കണേ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പൂച്ച, കാറ്, പരീക്ഷ അല്ലെങ്കിൽ ഐഡിയ എന്താണെങ്കിലും എന്തൊരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാവിൻ്റെ ആ ഫോം ഉപയോഗിക്കണ്ടേ. അപ്പോൾ എങ്ങനെയാ പറയാ? എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ എന്ന് വെച്ചാൽ എനി ഐഡിയ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഉണ്ടെന്ന് പറയാൻ എങ്ങനെയാണ്? ഐ ഹാവ് അല്ലേ? എനിക്കില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് അല്ലേ? ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. എനിക്ക് ഒട്ടും ഒരു ഐഡിയ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ. അപ്പോൾ എന്തെങ്കിലും എനി കേട്ടോ, മറക്കരുതേ. ഡു യു ഹാവ് എനി ഐഡിയ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പറയും. എനിക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഐ ഹാവ് എൻ ഐഡിയ. എനിക്ക് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അല്ലേ? എനിക്കില്ല, ഐ ഡോണ്ട് ഹാവ് എന്ത്? ഒരു ഐഡിയയും, എനി ഐഡിയ. അപ്പോൾ അത് മനസ്സിലായോ? ഒന്നുകൂടെ അത് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? കാരണം ഡോണ്ടിൻ്റെ കുറച്ച് ഉപയോഗം വന്നില്ലേ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അടുത്തത്. നിങ്ങൾ മീൻ കഴിക്കുമോ? അങ്ങനെ പറയാ. ഇത് ഹാവ് ഒന്നും ഇല്ലല്ലോ. മീൻ ഉണ്ടോന്നല്ലല്ലോ ചോദിക്കണം, മീൻ കഴിക്കുമോന്നല്ലേ? ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാ. പറയോ, ഇതെങ്ങനെ പറയാ? നിങ്ങൾ മീൻ കഴിക്കുമോ? അപ്പോൾ ഹാവിന് പകരം കഴിക്കുക. അതേതാ വാക്ക്? ഈറ്റ് അല്ലേ? അപ്പോൾ ഡു യു ഈറ്റ് എന്ത്? മീൻ, ഫിഷ്. ഡു യു ഈറ്റ് ഫിഷ്? അങ്ങനെ ചോദിക്കാം. നിങ്ങൾ കാർ ഓടിക്കുമോ? ഡു യു ഡ്രൈവ് എ കാർ? ഓടിക്കുന്നത് ഡ്രൈവ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യോ? ഡു യു കേട്ടോ. ഡു യു ഈറ്റ് ഫിഷ്? ഇനി ഈ ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലേ? അപ്പോൾ ഈ കഴിക്കുക, കുടിക്കുക എന്നുള്ളതിന് ഈറ്റും ഡ്രിങ്കിനും പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാവ് ആയിട്ട് ബന്ധമില്ല. നേരത്തെ പറഞ്ഞ എന്താ? എനിക്ക് എന്തെങ്കിലും ഉണ്ട് അല്ലേ? എനിക്ക് കാറുണ്ട്, ഐ ഹാവ് എ കാർ. പക്ഷേ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക, അതിന് പകരം നമുക്ക് ഈറ്റിന് പകരം ഹാവ് യൂസ് ചെയ്യാം. എങ്ങനെയാ? ഇപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ, നിങ്ങൾ മീൻ കഴിക്കുമോ എന്ന് പറഞ്ഞാൽ ഡു യു ഈറ്റ് ഫിഷ്? അപ്പോൾ അതിന് പകരം ഈറ്റിന് പകരം നമ്മൾ ഹാവ് ഉപയോഗിച്ചാൽ എങ്ങനെ വരിക? ഡു യു ഹാവ് ഫിഷ്? അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മീൻ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും അല്ലേ? ഡു യു ഹാവ് ഫിഷ് എന്ന് തന്നെ അതും ചോദിക്കുക. പക്ഷേ നമ്മളൊരു മീൻ വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഇറച്ചിയും മീനൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട്, അങ്ങനെ എല്ലാം വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ മീൻ വിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളെന്താ ചോദിക്കുക? മീനുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് ഫിഷ്? അതിൻ്റെ അർത്ഥം അയാൾ മീൻ കഴിക്കുമെന്നല്ല അല്ലേ? എന്നാൽ അതിന് പകരം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് മീൻ വാങ്ങിക്കണമെന്നുണ്ട്, നീ കഴിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് ഫിഷ്? ഒരേ വാചകം തന്നെ ഉപയോഗിച്ചു. പക്ഷെ സന്ദർഭം അനുസരിച്ച് എന്താ കാര്യം എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് വേണം കേട്ടോ. നീ ഡു യു ഹാവ് ഫിഷ് എന്ന് ചോദിച്ചില്ലേ, ഞാനിങ്ങനെയാ മീൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊന്നും തമാശ പറയാൻ നിൽക്കരുത്. ഡു യു ഹാവ് ഫിഷ് എന്ന് പറഞ്ഞാൽ നീ മീൻ കഴിക്കാറുണ്ടോയെന്നാവാം. കഴിക്കുന്ന സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും മീൻ കഴിക്കുന്നവർ വന്ന് ചോദിക്കുകയാണ്, നീ മീൻ കഴിക്കുമോ, ഒന്ന് വൈകുന്നേരം മീൻ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ആ കോൺടെക്സ്റ്റ് വെച്ചിട്ട്, ആ സാഹചര്യം നോക്കിയിട്ട്, സന്ദർഭം നോക്കിയിട്ട് അത് ഉത്തരം നിങ്ങൾ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ കഴിക്കാറില്ല അങ്ങനെ പറയും. സോറി, ഐ ഡോണ്ട് ഈറ്റ് ഫിഷ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ഫിഷ്. അതിൻ്റെ അർത്ഥം രണ്ടാവാം. അവിടെ കടയിലെന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ കയ്യിൽ മീനില്ല, അവിടെ മീൻ വിൽക്കണില്ല, ഐ ഡോണ്ട് ഹാവ് ഫിഷ്, തീർന്നു പോയി, അങ്ങനെ അർത്ഥമാവാം. അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല, ഐ ഡോണ്ട് ഹാവ് ഫിഷ്, അങ്ങനെയും പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഹോംവർക്ക് തരട്ടെ. നിൻ്റെ കയ്യിൽ ഒരു പേനയുണ്ടോ? നിനക്ക് ഒരു പേന ഉണ്ടാവുമോ? അങ്ങനെ ചോദിക്കും. കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? അതേപോലെ കയ്യിൽ പേനയുണ്ടോ? ഉണ്ട്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നീല പേനയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു അത് നീല കാറാണ്, ഇറ്റ്സ് ബ്ലൂ. അപ്പോൾ ഇത് ചോദ്യമാണ്, നീല ആണോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു റിവിഷനാണ് കേട്ടോ. അല്ല, ഇത് കറുപ്പാണ്. നാലാമത്തെ അതാണ് കേട്ടോ.
അല്ല കറുപ്പാണ്. അവളുടെ കയ്യിൽ പേനയുണ്ടോ എന്ന് ചോദിക്കും. ആറാമത്തെ ഇല്ല അവന് ഒരു നീലപ്പേനയുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് ഇല്ല അവൻ്റെ കയ്യിലൊരു നീലപ്പേനയുണ്ട്. അപ്പോൾ അവളുടെ കയ്യിലുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. ഇല്ല അവൻ്റെ കയ്യിൽ നീലപ്പേനയുണ്ടെന്നാണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എവിടെയും നോക്കി എഴുതരുത്. ആദ്യം ഈ മുഴുവൻ ലെസൺ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് സ്വയം ഈ ഉത്തരങ്ങൾ എഴുതണം കേട്ടോ. അപ്പുറത്ത് പോയിട്ട് ഇതെങ്ങനെയാ പറഞ്ഞത് നോക്കിയിട്ട് എഴുതരുത്. അപ്പോൾ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്യണ്ടേ തലയിൽ. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റുള്ളൂ. ഈ 1 മുതൽ ഇന്ന് വരെ ഇട്ട എല്ലാ 8ാമത്തെ വീഡിയോ മുതൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എൻ്റെ കോഴ്സിലെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ വീഡിയോ സീരീസ് പ്രാക്ടീസ് ചെയ്യാൻ. കാരണം ഇതിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ഓരോരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ഓരോരോ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് വരാൻ. അപ്പോൾ അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ സീരീസാണിത്. ഞാൻ പബ്ലിക്കായിട്ട് ഇത് റിലീസ് ചെയ്തു എന്നുള്ളൂ. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എടുത്ത് പറയുന്നത് കേട്ടോ. ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുക, ബേസിക്സ് നിങ്ങൾ ക്ലിയർ ആവും. ചിലർ പറയില്ലേ ഈ ഇംഗ്ലീഷ് കുറേ പഠിക്കും എല്ലാം മറന്നു പോകും, അവർക്കുള്ളതാണ്. ഇത് ഓരോ ദിവസവും രാവിലെ ഒന്ന് കാണുക, ഒരു വീഡിയോ രാവിലെ കാണുക, പിന്നെ വൈകുന്നേരം നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കാണുക, അല്ലെങ്കിൽ വീഡിയോ കാണുക. അതിനുശേഷം പുലർച്ചെ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ കാണുക. ഇങ്ങനെ കുറച്ച് ടൈം ഗ്യാപ്പ് എടുത്തിട്ട് കാണുക. പിന്നെ അടുത്ത വീഡിയോ കൂടെ കാണുക. അത് കഴിഞ്ഞ് രാത്രി ആ വീഡിയോ ഒന്നുകൂടെ കാണുക, പുലർച്ചെ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് അതിൻ്റെ അടുത്ത വീഡിയോ കാണുക. ഇങ്ങനെ ഈ പാറ്റേണിൽ ഒരു 10 വീഡിയോയിൽ കുറയാതെ വീഡിയോസ് ഈ സീരീസിലുണ്ടാവും. ഈ 10 എണ്ണവും കാണുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ മെല്ലെ മെല്ലെ ഇത് രജിസ്റ്റർ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ നന്നായി പഠിക്കുക. അതുവരേക്കും ബൈ.